ഭൂലോക വൈകുണ്ഠം എന്നു പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരുമെന്നാണ് വിശ്വാസം. സർവ്വപാപനാശവും ദുരിത നിവാരണവും മഹാപുണ്യവുമാണ് ഭജനമിരിക്കുന്നതിൻ്റെ ഫലപ്രാപ്തി എന്നാണ് ഐതിഹ്യം. നിറഞ്ഞ ഭക്തിയോടെ വെളുപ്പിന് നിർമ്മാല്യ ദർശനത്തിന് മുൻപേ കുളിച്ച് ശുദ്ധിയോടെ നിർമ്മാല്യം, വാകച്ചാർത്ത്, ഉഷപ്പൂജ എന്നിവ ദർശിച്ച് നാലമ്പലത്തിനുള്ളിൽ ഒരിടത്തിരുന്ന് ഭജനം തുടങ്ങാം. ഭജനത്തിനായി നാമപുസ്തകങ്ങൾ, പ്രത്യേകിച്ചും വിഷ്ണു സഹസ്രനാമം, ഹരിനാമകീർത്തനം, നാരായണീയം എന്നിവ കരുതാവുന്നതാണ്. നാമജപത്തോടെ കഴിയുന്നത്രയും ക്ഷേത്രപ്രദക്ഷിണം വയ്ക്കുന്നത് വളരെ പുണ്യദായകമാണ്. പ്രദക്ഷിണ സമയം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഷോഡശാക്ഷരീ മന്ത്രവും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. നിർമ്മാല്യ ദർശനം മുതൽ രാത്രി നട അടയ്ക്കുന്നതുവരെയുള്ള എല്ലാ പൂജകളും തൊഴാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്തജനങ്ങളുടെ തിരക്കും മറ്റു പരിമിതികളും മൂലം നേരിട്ട് നടയിലെത്തിയില്ലെങ്കിൽ പോലും കൊടിമരച്ചുവട്ടിൽ നിന്ന് പൂജകൾ തൊഴാവുന്നതാണ്. ഭജനമിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും പുറത്തുനിന്ന് ആഹാരം കഴിക്കരുത്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പഴം, പായസം, അവിൽ, അന്നദാനം എന്നിവ മാത്രമേ ഈ സമയത്ത് ഭക്ഷിക്കാവൂ. വൈകുന്നേരം നട തുറക്കുന്നതിന് മുൻപ് വീണ്ടും ദേഹശുദ്ധി വരുത്തി ക്ഷേത്രദർശനം തുടരുക. ഭഗവാന്റെ ശീവേലികളിൽ ഭഗവാനെ അനുഗമിച്ച് നാമജപത്തോടെ പ്രദക്ഷിണം വയ്ക്കുക. ദീപാരാധനയ്ക്ക് മുൻപായി ക്ഷേത്രത്തിനു ചുറ്റും കൊടിമരത്തിൻ്റെ ഇടതുഭാഗത്തുള്ള ആൽവിളക്കിലും ദീപം തെളിയിക്കാൻ പങ്കുചേരണം. ഗുരുവായൂരപ്പന് ദീപം തെളിയിച്ചാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ടകലുമെന്നാണ് വിശ്വാസം. ദീപാരാധനയെ തുടർന്ന് അയ്യപ്പനടയിലെ പൂജ, ഭഗവതിയുടെ അഴൽ പൂജ, തൃപ്പുക എന്നീ പൂജകളും ദർശിക്കുക. ശീവേലി കഴിഞ്ഞ് ആനപ്പുറത്തു നിന്നും ഭഗവാന്റെ തിടമ്പ് ഇറക്കിക്കഴിയുമ്പോൾ ശ്രീകോവിലിൽ ഭഗവാന് നിവേദിച്ച നെയ്യ് മേൽശാന്തി കൊടിമരച്ചുവട്ടിലെത്തിക്കുന്നതാണ്. ഇത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഈ നെയ്യ് വാങ്ങി കഴിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സർവ്വപാപഹരവും ദുരിതമോചനവും മഹാപുണ്യവും നൽകുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ശേഷം കൊടിമരച്ചുവട്ടിൽ സമസ്താപരാധങ്ങളും ക്ഷമിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് ഭജനം അവസാനിപ്പിക്കാം. ഭജനമിരിക്കുന്ന ദിവസം കൃഷ്ണനാട്ടം കൂടി കാണുന്നത് മഹാപുണ്യമായി കരുതുന്നു. നിർമ്മാല്യ ദർശനം നടത്തിയാൽ സർവ്വപാപങ്ങളും നശിക്കുമെന്നും തൃപ്പുക തൊഴുതാൽ മോക്ഷപ്രാപ്തി കൈവരുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരിൽ ഭജനമിരിക്കുന്നതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും അനുഭവ കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ സർപ്പശാപത്താൽ കുഷ്ഠരോഗബാധിതനായി എന്നും ദത്താത്രേയ മഹർഷിയുടെ ഉപദേശപ്രകാരം 4 മാസം ഗുരുവായൂരിൽ ഭജനമിരിക്കുകയും രോഗശാന്തി നേടുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, പാണ്ഡ്യരാജാവിൻ്റെ ജാതകം പരിശോധിച്ച ജ്യോതിഷ പണ്ഡിതൻ രാജാവ് സർപ്പദംശനത്താൽ ഏറെ താമസിയാതെ മരിക്കുമെന്ന് പ്രവചനം നടത്തുന്നു. ദുഃഖിതനായ രാജാവ് തീർത്ഥയാത്രയ്ക്കായി പുറപ്പെടുകയും യാത്രയ്ക്കിടെ ഗുരുവായൂരിലെത്തി ഭജനമിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആപത്ത് കൂടാതെ പ്രവചന സമയം കടന്നു പോവുകയും രാജാവ് സ്വദേശത്ത് തിരിച്ചെത്തി ജ്യോതിഷ പണ്ഡിതനെ വിളിച്ചു വരുത്തി ചോദിക്കുന്നു. പണ്ഡിതൻ രാജാവിൻ്റെ കാലിൽ സർപ്പദംശനമേറ്റ അടയാളം കാണിച്ചു കൊടുക്കുകയും ഗുരുവായൂരപ്പൻ ശാപമോചനം നൽകി മരണത്തിൽ നിന്ന് മുക്തി നൽകിയതായി പറയുകയും ചെയ്യുന്നു. തുടർന്ന് പാണ്ഡ്യരാജാവ് ഭഗവത് സന്നിധി പുനർനിർമ്മിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വാതരോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഗുരുവായൂരിൽ ഭജനമിരുന്നതും നാരായണീയം രചിച്ച് ഭഗവാന് സമർപ്പിച്ച് രോഗമുക്തി നേടിയതും പ്രസിദ്ധമാണല്ലോ. എല്ലാ ഭക്തരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.